സമയം ഇപ്പൊ തന്നെ വൈകിയല്ലോ. പത്രക്കാരോട് സംസാരിക്കാൻ സമയം കാണുമല്ലോ എന്നപ്പാ. ഓ, അതിനിപ്പോ എന്നാ സമയം വേണം സാറേ? എല്ലാ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ നിൽക്കണ്ടെന്നേ. വഴിപാട് പോലും 2 മിനിറ്റ്. ഇന്നിപ്പോ ഏത് കുരിശിലാണാവോ എന്നെ കയറ്റുക? കളക്ടറെ നിർബന്ധിച്ച് ലീവ് എടുപ്പിച്ചതിൽ നമുക്ക് കൈയുണ്ടൊന്നൊരു ശ്രുതി വരുന്നിട്ടുണ്ട്. അക്കാര്യം ചോദിച്ചേക്കാം. ആരോഗ്യപരമായ കാരണങ്ങളാൽ അങ്ങേര് 2 മാസത്തെ അവധി ചോദിച്ചു. അതനുവദിച്ചു. അതിനിപ്പോ എന്താ തെറ്റ്? ഇതൊക്കെ പ്രതിപക്ഷത്തിന് ഇളക്കല്ലയോ? പത്രക്കാർക്കാണേലും ഒരു കച്ചിത്തുരുപ്പ് മതി പിടിച്ചു കയറാൻ. നമ്മൾ ഈ പറയുന്ന ഒന്നുമല്ല അവന്മാർ എഴുതി പിടിപ്പിക്കുന്നത്. അഥവാ എഴുതിയാലോ അതൊന്നും അല്ല അച്ചടിച്ചു വരുന്നത്. ഈ ഒരു വർഗത്തെ കാണുന്നത് തന്നെ എനിക്ക് അരിശമാ. എന്നാലും നമുക്കൊരു വേണ്ടവേ സാറേ. പിന്നല്ലാതെ സമൂഹത്തിന്റെ കാവൽഭടന്മാരല്ലേ അവര്. പിന്നെ പോയട്ടെ. നമസ്കാരം. ഞാൻ അല്പം വൈകിപ്പോയി. എല്ലാരും ഇരുന്നാട്ടെ. നിങ്ങളെല്ലാരും കാത്തിരുന്ന് മുഷിഞ്ഞു അല്ലേ? ചോദിച്ചാട്ടെ. ജില്ലാ കളക്ടർ മിശ്രയും സാറിന്റെ പാർട്ടിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് കേൾക്കുന്നല്ലോ. എന്താ കാരണം? ആര് പറഞ്ഞു അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന്? നല്ല കഴിവും കാര്യശേഷിയും കരുത്തനുമായ ഒരു IAS ഓഫീസറാണ് മിസ്റ്റർ മിശ്ര. അക്കാര്യത്തിൽ എനിക്കോ എന്റെ പാർട്ടിക്കോ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ കളക്ടർ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ നിന്നും വിളിച്ചുകൂട്ടുന്ന കോൺഫറൻസുകളിൽ നിന്നും സാറും സാറിന്റെ പ്രവർത്തകരും വിട്ടുനിൽക്കുകയാണല്ലോ. അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. ക്ഷണിക്കപ്പെടുന്ന പരിപാടികളിൽ എന്റെ പ്രതിനിധികൾ പങ്കെടുക്കാറുണ്ട്. ക്ഷണിക്കാതെ ഉണ്ടാൻ പോകുന്ന വ്രതം എന്റെ പാർട്ടിക്കില്ല. സുധീർ കുമാർ മിശ്ര നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചത് താങ്കളുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന് പറയുന്നുണ്ടല്ലോ. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? യാതൊരു വാസ്തവുമില്ല. വ്യക്തിപരവും ആരോഗ്യപരവുമായ കാരണങ്ങളാൽ 6 മാസത്തെ അവധി വേണമെന്ന് മിസ്റ്റർ മിശ്ര ആവശ്യപ്പെട്ടു. അത് ക്യാബിനറ്റ് അംഗീകരിച്ചു, അനുവദിച്ചു. ആരാണ് സാർ പുതിയ കളക്ടർ? ചുരുങ്ങിയ കാലം കൊണ്ട് സമർത്ഥയായ ഒരു ഉദ്യോഗസ്ഥ എന്ന് പേരെടുത്ത ഡെപ്യൂട്ടി കളക്ടറെ പ്രൊമോട്ട് ചെയ്ത് കളക്ടറായി നിശ്ചയിച്ചു. ആരാണ് സാർ അത്? ഒറ്റപ്പാലം സബ് കളക്ടർ അന്ന കുരുവിള. സമയം ഇറങ്ങട്ടെ. നമസ്കാരം. നമസ്കാരം. സർ, ഐ എം അന്ന കുരുവിള. ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രൊമോഷൻ. കളക്ടറായിട്ട് കോട്ടയത്തേക്ക്. താങ്ക് യു സർ. മന്ത്രിസഭയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് നിങ്ങളെ കോട്ടയത്തേക്ക് വിടുന്നത്. അവിടെ ഇപ്പോൾ നിങ്ങളെപ്പോലെ ഏബിളായിട്ടൊരു ഓഫീസറാണ് ഞങ്ങൾക്ക് ആവശ്യം. പിന്നെ പുലിത്ര ജോസഫ്, യുവർ ഫാദർ ഇൻ ലോ, എൻ്റെ ഒരു അടുത്ത സുഹൃത്തും കൂടിയാണ്. ഹോം ടൗണിലേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഐ എം റിയലി വെരി ഹാപ്പി സർ. സ്വന്തം നാട്ടിലാവുമ്പോൾ ബന്ധുക്കളും പരിചയക്കാരുമൊക്കെ ഓരോ ആവശ്യങ്ങളുമായി വരും. തള്ളാനും പറ്റില്ല, കൊള്ളാനും പറ്റില്ല എന്നൊരവസ്ഥ. വിഷമിക്കരുത്. അതൊന്നും ഞാൻ ബോധർ ചെയ്യുന്നില്ല സർ. ജെന്യൂൻ കേസസ് മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ജെന്യൂൻ കേസസ് അല്ലാത്തതും കൺസിഡർ ചെയ്യാതിരിക്കരുത്. ഡിസിഷൻ എടുക്കാൻ മടിച്ചോ ഭയന്നോ ഫയലുകൾ താഴേക്കും മുകളിലേക്കും അയച്ച് കാലതാമസം ഉണ്ടാക്കുന്ന ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾ അക്കൂട്ടത്തിലല്ലാന്ന് എനിക്കറിയാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യവുമുണ്ട്. ഔസേപ്പച്ചന്റെ മരുമോളായോണ്ടല്ല, കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക്. ഒരു ഡിസ്ട്രിക്റ്റിന്റെ സ്വതന്ത്ര ചുമതലയായപ്പോ എല്ലാത്തിലും ശ്രദ്ധ വേണം. പിന്നെ അറിയാമല്ലോ, എന്റെ നിയോജക മണ്ഡലം കൂടിയാണിത്. അത് ഓർമ്മ വേണം. എന്താ വേടാ?
നേരെ ഉച്ചയല്ലോ. ഇപ്പോഴാണോ പത്രം കൊണ്ട് വരുന്നേ? പത്രത്തിന്റെ 3-ാം പേജിൽ വാർത്തയുണ്ട്, വായിച്ചു നോക്ക്. പീഡന കഥയാണോ? ആന്നല്ല. കോട്ടയം ജില്ലാ കളക്ടറെ അന്ന കുരുവിളയ്ക്ക് നിയമനം. വല്യമ്മച്ചി, ദാ നോക്കിയേ, ഇത് ആരുടെ ഫോട്ടോ നോക്കിയേ? ആരുടെയാ മോനെ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്നിട്ട് പറയ്. വെള്ളയെഴുത്തല്ലിയോടാ, എങ്ങനാ കാണുന്നേ? നമ്മുടെ ജില്ലയുടെ പുതിയ കളക്ടറാ. കണ്ടിട്ട് വല്ല പരിചയമുണ്ടോന്ന് നോക്കിയേ. അയ്യോ, ഇത് നമ്മുടെ അന്നക്കൊച്ചല്ലിയോടാ മോനെ. ഒന്ന് ഉറക്ക വായിക്കേ. എന്തുവാ എഴുതിയേക്കുന്നേ? വായിക്കാം. ഒറ്റപ്പാലം സബ് കളക്ടറായ അന്ന കുരുവിള കോട്ടയം ജില്ലയുടെ പുതിയ കളക്ടറായി നിയമിതയായിരിക്കുന്നു. ഇന്നലെ കൂടിയ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം. സ്വന്തം ജില്ലയിലേക്ക് കളക്ടറായി വരുന്ന അന്ന കുരുവിള കുറവിലങ്ങാട് വാർപ്പിങ്കൽ പരേതനായ കുരുവിള മാസ്റ്ററുടെ ദ്വിതീയ സന്താനമാണ്. എന്റെ കർത്താവേ. ദേവമാത കോളേജിൽ നിന്നും 1-ാം ക്ലാസ്സിൽ 1-ാം റാങ്കോടെ ബിരുദ പഠനം പൂർത്തിയാക്കിയ അന്ന IAS പരീക്ഷയും പ്രശസ്തമായ നിലയിലാണ് പാസ്സായത്. നമ്മുടെ അന്നയുടെ കാര്യമാണോ നീ വായിക്കുന്നത്? അതെ, അന്ന തന്നെ. ദേ ഏട്ടത്തി, ഇനി ഇത്തിരി ബഹുമാനത്തോടുകൂടി വേണം എന്നോട് ഇടപെടാൻ. ഞാനേ പുതിയ ജില്ലാ കളക്ടറുടെ അനിയനാ. അങ്ങനെയാണെങ്കിൽ ഞാനേ കളക്ടറുടെ മൂത്ത ആങ്ങളുടെ ഭാര്യയാ. ഓ, ബഹുമാനൊക്കെ എന്നോടാ വേണ്ടേ? ദാ ഇതൊന്നും കാണാൻ എന്റെ കുരുവിളെ എലിയമ്മ ഇല്ലാതെ പോയല്ലോ എന്റെ കർത്താവേ. അന്നക്കൊച്ചന്ന് കോളേജിൽ പഠിക്കുക. വീട്ടിലാണേ വരവും കുറവ്. അവളുടെ 2 മാസത്തെ ഫീസ് മുടങ്ങി. എന്റെ ആങ്ങളയുടെ അളിയൻ കൊച്ചുപാപ്പിയോട് 1000 രൂപ കടം ചോദിക്കാൻ പോയതാ. ഭയങ്കര മഴയുള്ള കള്ള കർക്കിടകമായിരുന്നു മോളെ അത്. കൊച്ചുപാപ്പി കൊടുത്ത രൂപയും മേടിച്ച് കുരുവിളെ എലിയാമ്മയും കൂടെ കടവത്ത് വന്നപ്പോ നേരം സന്ധ്യയായി. കൂലം കുത്തി ഒഴുകുമായിരുന്നു അച്ഛൻ കോവിലാറ്. വള്ളം ഇറക്കാൻ പറ്റത്തില്ലെന്ന് കടത്തുകാരൻ തോമ പറഞ്ഞതുവാ. പിറ്റേന്ന് അന്നെ പരീക്ഷയെന്ന് പുറത്താക്കുമെന്ന് ഓർത്തപ്പോ നിർബന്ധിച്ച് വള്ളം ഇറക്കിച്ചു. ആറിന്റെ നടുക്കെത്തിയില്ല. അതിനു മുമ്പേ വള്ളം മറിഞ്ഞു. പിറ്റേന്ന് സന്ധ്യ ആയപ്പോഴാ ശവം കിട്ടിയത് കയത്തിന്ന്. അപ്പോഴും ബെൽറ്റിനടിയിൽ 1000 രൂപയുടെ പൊതിയുണ്ടായിരുന്നു. ഇതിപ്പോ എത്രാമത്തെ തവണയല്ലേ പറയുന്നേ? അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടല്ലേ ഇച്ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ സാധിച്ചേ. ദേ നീ ആ പത്രം തന്നെ, ഞാൻ ഇച്ചാനെ ഒന്ന് കാണിക്കട്ടെ. വല്യമ്മച്ചി, ഇന്ന് നമുക്ക് ആഘോഷിക്കേണ്ട ദിവസമാ. ആ ഇച്ചായ, ഇനി ഈ ബാൻഡ് മേളത്തിന്റെ ഒക്കെ പോകുന്നതേ ഇച്ചിരി മോശാ. എന്നതാടി ഇന്നിപ്പോ പെട്ടെന്നൊരു കുറച്ചില്? ദേ പത്രം നോക്കിയേ, നമ്മുടെ അന്ന കൊച്ചി കളക്ടറായി വരുന്നു. എന്റെ ഈശോയെ, നേരാന്നു. നമ്മുടെ വിളി കർത്താവ് കേട്ടു. ഇനി ഈ നാട്ടിൽ എനിക്കൊന്ന് വിലസണം. ഈ കുഴലൂതിയാണ് വിലസുന്നെ. അന്നയ്ക്കിത് കുറച്ചിലായില്ലേ ചായ? ഓ, എന്നെ അടി കുറച്ചില്. എന്റെ അപ്പം കുരുവിള മാസ്റ്റർ ഊതിയ ബ്യൂകളാ. ഇത് ഊതിയ അപ്പം ഞങ്ങളെയൊക്കെ വളർത്തിയതും അവളെ പഠിപ്പിച്ചതും. അന്നയ്ക്ക് അതൊക്കെ നല്ല ഓർമ്മയാ. അതൊന്നും അവള് മറക്കത്തില്ല. അവൾ എത്ര വലിയ കളക്ടറായാലും അവളുടെ ഇച്ചാൻ ബ്യൂഗിളൊതുന്ന നാണക്കെടാന്നൊന്നും എന്റെ കുഞ്ഞ് പറയത്തില്ല. നീ നോക്കിക്കോ. അയ്യോ, ഞാൻ ഇനി ഇച്ചായനോട് വാദിച്ചു ജയിക്കാനില്ല. പണിക്കര് വരുന്നുണ്ട്. ആ, എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ഞാൻ വൈകിയോ? ആട്ടി ബലസെ, പണിക്കര് കൃത്യസമയത്ത് തന്നെ എത്തി. എന്നാൽ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അന്ന വന്ന് ചാർജ് എടുക്കുന്നത് കാത്തിരിക്കായിരുന്നല്ലോ നമ്മള്. പ്രോഗ്രസ് എന്തായെന്നറിയാൻ ഇന്നലെ രാത്രിയിൽ മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാണെന്നേ. നാളെ തന്നെ തഹസിൽദാരെ കണ്ട് അപേക്ഷ കൊടുക്കണം. ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിലുണ്ടല്ലോ. അത് മാത്രം പോരാ,
ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറി എന്ന നിലയിൽ തഹസിൽദാർക്ക് അപേക്ഷ താൻ തന്നെ കൊടുക്കണം. ആ എന്തായാലും കാര്യങ്ങൾ ഞാനൊന്ന് വിശദമാക്കാം. നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് അനാഥർക്കും ആലംബഹീനർക്കും വേണ്ടി ഒരു വൃദ്ധസദനവും ഓർഫനേജും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടി മുനിസിപ്പൽ ലൈബ്രറിക്ക് സമീപം കാട് പിടിച്ചു കിടക്കുന്ന 3.5 ഏക്കർ സ്ഥലം ട്രസ്റ്റിന് സൗജന്യമായി പതിച്ചു നൽകണമെന്ന നിവേദനം നമ്മൾ തഹസിൽദാരെ ഏൽപ്പിക്കുന്നു. തഹസിൽദാർ അത് വേണ്ട ഒത്താശകളോടെ കളക്ടർക്ക് നൽകുന്നു. കളക്ടർ അത് അനുകൂലമായ ശുപാർശകളോടെ റവന്യൂ മിനിസ്റ്റർക്ക് സമർപ്പിക്കുന്നു. മിനിസ്റ്റർ അത് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ച് അനുവാദം നേടിയെടുക്കുന്നു. കേൾക്കുമ്പോ കാര്യം മണി നിസ്സാരം, പക്ഷെങ്കിൽ ഞമ്മക്ക് അത്ര വിശ്വാസമില്ല ഇതത്ര പെട്ടെന്ന് കബൂലാവുന്നു. അതന്നെ. നമ്മൾ ഉടനെ അപേക്ഷ കൊടുത്താൽ ഒരാഴ്ചക്കകം അയാളത് കളക്ടറേറ്റിലേക്ക് അയച്ചു കൊടുക്കും. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഔസേപ്പച്ചന്റെ സഹായം വേണ്ടത്. അങ്ങനെ അല്ലാന്ന് ഔസേപ്പച്ചന്റെ മരുവോലയുടെ സഹായം വേണമെന്ന് പറ. അത് തന്നെ. പക്ഷെ ഞാൻ അവളോട് ഇക്കാര്യം നേരിട്ട് പറയത്തില്ല. എനിക്ക് എന്റേതായ ഒരു വിലയില്ലേ പണിക്കരെ. ഞാനത് എന്റെ മോന്റെ മുമ്പിലായാലും മരുമോളുടെ മുമ്പിലായും കളഞ്ഞു വിളിക്കത്തില്ല. ഔസേപ്പച്ചന്റെ മരുവോള് കലക്ടറായ ബൈക്ക് ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ മന്ത്രിസഭയിൽ ഉടക്കുണ്ടായാലാ? ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട. റവന്യൂ മിനിസ്റ്ററുടെ പ്രത്യേക താല്പര്യപ്രകാരമാണല്ലോ നമ്മൾ ഇനി ഒരുമ്പട്ടിറങ്ങിയത്. മിനിസ്റ്ററെ ആരും കളി പഠിപ്പിക്കണ്ട, അയാൾ സഹായിച്ചെടുക്കും. ടൗണിന്റെ നടുവിൽ 3.5 ഏക്കർ സ്ഥലം, 3 കോടിയിൽ ഒട്ടും കുറയില്ല. ആട്ടെ, മിനിസ്റ്റർക്ക് നമ്മൾ എന്നാ കൊടുക്കേണ്ടി വരും? 4 കൊടുക്കേണ്ടി വരും, അല്ലാതെ സമ്മതിക്കത്തില്ല. അല്ല, അത് സാരമില്ല, അയാളെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഔസേപ്പച്ച, ഒരു സംശയം. ഞമ്മക്ക് അനാഥശാല പണിയാൻ സ്ഥലം കിട്ടിയിട്ട് ഞമ്മള് പണിയാഞ്ഞാ സർക്കാരിൽ നടുങ്ങാറ് വരൂലേ? അതിനൊക്കെ വകുപ്പുണ്ടോ? ഈ ഓർഫനേജ് ഓൾഡ് ഏജ് ഹോം പണിയാൻ പണം വേണ്ടേ? ട്രസ്റ്റിന് പണം ഇല്ലാത്തത് കൊണ്ട് കുറെ സ്ഥലം വിറ്റോ പാട്ടത്തിന് കൊടുത്തോ നമ്മൾ പണം ഉണ്ടാക്കുന്നു. അതായത് 3 ഏക്കർ നമുക്ക് തന്നിട്ട് 1/2 ഏക്കർ സ്ഥലത്ത് അനാഥാലയം കിട്ടുന്നു. ബുദ്ധി ബുദ്ധി. 5 വീട്ടുകാർ കുടികിടപ്പുണ്ടല്ലോ, അവരാണ് പ്രശ്നം. അവരുടെ കാര്യമോ? നഷ്ടപരിഹാരം മേടിച്ച് ഒഴിഞ്ഞു പോകാമെന്ന് അവരുടെ സമ്മതപത്രം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അത് കളി. എന്താല് എല്ലാം പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് നമുക്ക് കളി തുടങ്ങാം. തൽക്കാലം പിരിയാ അല്ലേ? ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ തോമസ് കുട്ടി ഈ വഴിയൊക്കെ? തനിക്ക് ഇന്ന് ഓഫീസിൽ പോകണ്ടേ? പോണോച്ചോ, അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാ. എന്നതാ വിശേഷം? സോഷ്യൽ സർവീസ് ലീഗിന്റെ എക്സിക്യൂട്ടീവ് അടുത്ത ഞായറാഴ്ച നമുക്കൊന്ന് കൂടിയാലോ? ഈ വർഷത്തെ നമ്മുടെ പരിപാടികൾ പ്ലാൻ ചെയ്യാൻ സമയമായി. ഞാനും അത് ഓർക്കാതിരുന്നില്ല. അടുത്ത ഞായറാഴ്ച ഇല്ല, എനിക്കൊന്ന് വേറെ പ്രോഗ്രാം ഒന്നും ഇല്ല. നമുക്കൊന്ന് 4 മണിക്ക് കൂടിയേക്കാം. നമ്മുടെ ഇടവകയിൽ സോഷ്യൽ സർവീസ് ലീഗ് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് 10ാമത്തെ കൊല്ലമാണച്ചോ. ഇതുവരെ ചെയ്തതിൽ നിന്ന് അല്പം കൂടെ വിപുലമായ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്ന അഭിപ്രായക്കാരാണ് പലരും. അതിനെന്താ, നിങ്ങൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അത് ഞങ്ങൾക്ക് അറിയാവച്ചോ. ഞായറാഴ്ച എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ അവരുടെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും പുതിയ പ്രപ്പോസൽ വെക്കണം. എന്നിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അച്ഛന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെ പറയണം. അതന്ന് പറഞ്ഞാ പോരെ? മതിയച്ചോ. ഇനി ഇപ്പൊ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടാനാണെങ്കിലും അതിനും വലിയ പ്രയാസമില്ല. നമ്മുടെ അന്നക്കുരുവിളല്ലേ പുതിയ കളക്ടർ. അത് ശരിയാ. ഞാനിന്ന് രാവിലെ പത്രം നോക്കിയപ്പോഴാണ് വിവരം അറിഞ്ഞ്. ന്യായമായ എന്ത് കാര്യത്തിനും അന്നയെ സമീപിക്കാം. കഴിയുന്നതൊക്കെ അവൾ സഹായിച്ചു തരാതിരിക്കില്ല. നാളെയോ മറ്റന്നാളോ വന്ന് ചാർജ് എടുക്കുമായിരിക്കും. നമുക്കൊരു സ്വീകരണം കൊടുക്കണ്ടാച്ചോ. അന്നെ അതിനൊന്നും കിട്ടുമോന്ന് തോന്നുന്നില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ അവള് പറയൂ. പക്ഷേ അച്ഛൻ പറഞ്ഞ അന്ന കൊച്ചു വരും. അച്ഛന്റെ സഹായം കൊണ്ടല്ലയോ അവരൊക്കെ ഈ നിലയിലെത്തിയത്. അതുകൊണ്ടൊന്നുമല്ല പൈലി.
അന്നെ മിടിക്കുക കഴിവുള്ളോളാ. പിന്നെ ഞാൻ എന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തന്നേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ കളക്ടർ ഔദ്യോഗിക അവസ്ഥയിലായിരിക്കും താമസം. അന്ന കൊച്ചിന്റെ അമ്മായിയപ്പൻ കൊട്ടാരം പോലൊരു ബംഗ്ലാവ് പണിച്ചിട്ടുള്ളപ്പോ അന്ന കൊച്ചി സർക്കാർ വക വീട്ടിൽ പോയി താമസിക്കുമോ തോമസ് കുട്ടി? ആ. എന്നാ ഞാൻ വരട്ടെ. ആ അപ്പം ഞായറാഴ്ച കാണാം. ഓ, ഞാനൊന്ന് വിളിച്ചു നോക്കാൻ പോയതാണേ. അന്നെ ഒറ്റപ്പാലത്തും തിരിച്ചിട്ട് 4 മണിക്കൂറായി, ഇതുവരെ കാണുന്നില്ലല്ലോ. ഒറ്റപ്പാലത്തൊന്ന് കാറ് തിരിച്ചാ ഇവിടെ വരാൻ എന്നാ സമയം എടുക്കും? നിങ്ങളൊന്ന് ബേജാറാണ്ടിരിക്കുന്നു. ഔസേപ്പച്ചന്റെ പുതിയ വണ്ടിയല്ലേ അയച്ചേക്കുന്നു. ഓടിക്കുന്നത് ഞമ്മളെ ഡ്രൈവറും. ഒരു കുഴപ്പവും കൂടാണ്ട് ആപരിങ് എത്തൂന്ന്. നാളെ തന്നെ ചാർജ് എടുക്കുമല്ലേ ഔസേപ്പച്ച? പിന്നെ അല്ലാതെ എന്നാത്തിനാ വച്ച് താമസിപ്പിക്കുന്നേ? വേറെ തിരിമറികളൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ് ചാർജ് എടുക്കുന്നത് നല്ലത്. അല്ല, ഔസേപ്പച്ചൻ ഇപ്പോ മധുരവും കഴിച്ചു തുടങ്ങിയോ? പഞ്ചസാരയുടെ ടൗണിലെ മൊത്ത വ്യാപാരിയാ പുലിത്തറ ഔസേപ്പച്ചൻ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ഒരു തരി പഞ്ചാര കഴിക്കാൻ പാടില്ല, പ്രമേഹം. പടച്ചോന്റെ ഒരു കളിയേ. അസുഖമൊന്നും ഉണ്ടായിട്ടല്ല പണിക്കലെ ഞാൻ പഞ്ചസാര ഉപയോഗിക്കാത്ത. പിന്നെ എന്നാത്തിനാ? കാശ് ലാഭിക്കാനോ? അല്ലടോ, താൻ ഹെൻറി ഫോർഡ് എന്നൊരു സാഹിബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫോർഡ് എന്നൊരു കാറുള്ളതായിട്ട് അറിയാം. അറിയാമല്ലോ. ലോകത്തിലെ 1-ാം നമ്പർ കാർ നിർമ്മാതാവായിരുന്നു ഹെൻറി ഫോർഡ് പണ്ട്. പക്ഷേ സാക്ഷാൽ ഫോർഡ് എന്ന് ഉപയോഗിച്ചിരുന്ന കാർ ഏതാണെന്നറിയാവോ? സ്വന്തം കമ്പനി ഉണ്ടാക്കിയ കാറല്ല. പിന്നെ വേറെ ഏതോ കമ്പനി ഉണ്ടാക്കുന്ന ക്രിസ്ലർ. എന്റെ പടച്ചോനെ, അതൊരു ശേലില്ലാത്ത പണിയാണല്ലോ ഓൻ കാണിച്ചത്. സ്വന്തം കമ്പനിയുടെ കാറ് വേണ്ടാന്ന് വെച്ചിട്ട് വേറെ കമ്പനിയുടെ കാർ ഓടിക്ക. അതിനും കാരണമുണ്ട് പുതുക്കളം. ഒരിക്കൽ ഒരാൾ ഫോർഡിനോട് ചോദിച്ചു, മിസ്റ്റർ ഫോർഡ്, നിങ്ങളുടെ കമ്പനി ഉണ്ടാക്കുന്ന കാറ് മോശമാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ അത് ഉപയോഗിക്കാത്തതെന്ന്. ഓൻ ചോദിച്ചത് നേരല്ലോ. അപ്പൊ ഫോർഡ് എന്താ മറുപടി പറഞ്ഞെന്നറിയാവോ? എന്റെ കമ്പനി ഉണ്ടാക്കുന്ന കാറുകളാണ് ലോകത്തിലെ ഏറ്റവും മുന്തിയ കാറുകൾ. അതിനിങ്ങനെ ആളുകൾ ബുക്ക് ചെയ്ത് ക്യൂ നിൽക്കുക. ഈ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുന്ന കാറുകളിൽ ഒരെണ്ണം ഞാൻ എടുത്താൽ ബുക്ക് ചെയ്ത് ഒരാൾ നിരാശപ്പെടുകയോ? അത് നേരാ. അതുകൊണ്ട് വലിയ ആവശ്യക്കാരൊന്നും ഇല്ലാത്ത മറ്റു കമ്പനിയുടെ കാറിൽ ഒരെണ്ണം. അതായത് താൻ പഞ്ചസാര ഉപയോഗിക്കാത്തത് അതും കൂടി ആവശ്യക്കാരന് കൊടുക്കാനാന്ന്. കളക്ടറുടെ കാറ് വരുന്നുണ്ട് തോന്നുന്നു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങളിരി, ഞാനിപ്പോ വരാം. എന്നാ മോളെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? വരാൻ വൈകിയപ്പോ ഞാനങ്ങ് വിഷമിച്ചു പോയി. അവിടെ നിന്ന് വിചാരിച്ച സമയത്ത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല ഡാഡി. ആ, എന്തായാലും ഡാഡി കാർ അയച്ചു തന്നാ നന്നായി. സൈമൺ അറിഞ്ഞോ മോളെ നീ പോരുന്ന കാര്യം? വിളിച്ചു പറഞ്ഞായിരുന്നു. ആട്ടെ, മോളെന്നാ ചാർജ് എടുക്കുന്നേ? ഇമ്മീഡിയറ്റ് ഡാഡി. അതാ ഇന്ന് പോരാന്ന് വെച്ചേ. എന്താ കുട്ടപ്പി ചേട്ടാ, സുഖം? ഉവ്വേ, കർത്താവിന്റെ കാരുണ്യം കൊണ്ടും അച്ചായന്റെ സ്നേഹം കൊണ്ടും കുട്ടപ്പായിക്ക് സുഖാവും. കുട്ടപ്പി ചേട്ടാ, എന്റെ ബാഗ്. ഓ, മോളിയല്ലേ, അതൊക്കെ കുട്ടപ്പായെ കൊണ്ട് ഞാൻ എടുപ്പിക്കാം. ശരി ഡാഡി. അങ്ങനെ ഒരു തരത്തില് മരുമോളെ തന്നെ കളക്ടറായി കിട്ടി. പക്ഷേ അച്ചായന്റെ പദ്ധതി നടക്കുവോ? നടക്കണം, അതിലാണ് നമ്മുടെ വിജയം.